ഫസ്റ്റ് ഓൾസോ ഇപ്പം ചാക്കോച്ചൻ്റെ ഒരു കംബാക്ക് പീരീഡ് ഉണ്ടായിരുന്നു. അതായത് ഈ ട്രാഫിക് മുതൽ ഇങ്ങോട്ടുള്ള സിനിമാസ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ചാക്കോച്ചൻ ജസ്റ്റ് റൊമാൻറ്റിക് ഹീറോയ്ക്ക് അപ്പുറത്തേക്ക് എന്താ പറയുക ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തു, ഈവൻ വില്ലൻ ഉൾപ്പെടെ. അപ്പം ഇതിനുള്ള കോൺഫിഡൻസ് എവിടെ നിന്നായിരുന്നു? ഇല്ല ഒരു ക്ലീഷേഴ്സ് എല്ലാം പൊളിച്ചെടുക്കണമെന്നൊക്കെ തുടങ്ങിയത്? ഇടക്കാലത്ത് സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് പ്രേക്ഷകർ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് തുടക്കകാലത്ത് സിനിമയെ സ്നേഹിക്കാതെ ആഗ്രഹിക്കാതെ വന്ന ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് ആ സ്നേഹം പ്രേക്ഷകർ എന്നോടുള്ള സ്നേഹം തിരിച്ചറിയുകയും അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നല്ല കഥാപാത്രങ്ങളുടെയും സിനിമകളുടെയും ആവണം എന്നുള്ള തിരിച്ചറിവിൻ്റെ പുറത്താണ് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും ശ്രമവും യാത്രയും തുടങ്ങിയത്. ഒരു 5-6 കൊല്ലങ്ങളായിട്ട് ചെയ്യുന്ന സിനിമകൾ വ്യത്യസ്തമായ സിനിമകളും അല്ലെങ്കിൽ കഥാപാത്രങ്ങളും കുറച്ചുകൂടെ ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ പക്ഷെ അതിനുള്ള ശ്രമങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ചെറിയ ക്യാരക്ടറുകളിലൂടെ അല്ലെങ്കിൽ ചെറിയ റോളുകളിലൂടെ ആണെങ്കിലും എല്ലാം. ട്രാഫിക്കൊക്കെ അങ്ങനത്തെ രീതിയിൽ ഒരു കഥാപാത്രത്തെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇമേജ് ചേഞ്ചിന് വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അങ്ങനെ ഒരുപാട് സിനിമകൾ കുറേ നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഹ്യൂമർ ചെയ്യാതിരുന്ന് ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പാളിപ്പോയിട്ടുമുണ്ട്. എന്നാൽ അങ്ങനത്തെ ഒരു ട്രയൽ ആൻഡ് എറർ പ്രോസസ്സ് കഴിഞ്ഞിട്ട് വളരെ പതുക്കെയാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടായി വന്നൊരാളല്ല ഞാൻ. അതിൻ്റെ പുറകിൽ കുറേ അധ്വാനങ്ങളുണ്ട്, കുറേ തിരസ്കാരങ്ങളുണ്ട്, പരാജയങ്ങളുണ്ട്, വിജയങ്ങളുണ്ട്, എല്ലാം അതിൻ്റെ ഭാഗമാണ്. Thank you, Chakoja. Next question.